ഫ്രണ്ട്സ്, ഫുഡ്സ് ഓഫ് ഇടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാടൻ രീതിക്കുള്ള നല്ല എരിവുള്ളൊരു മിച്ചറിന്റെ റെസിപ്പി ആയിട്ടാണ്. മിച്ചർ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഇതൊരു 2 കപ്പ് കടലമാവാണ്. കൃത്യമായ അളവ് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്ന പോലെ കടലമാവ് കുഴച്ചെടുക്കാനുള്ളതാണ്. നിങ്ങളുടെ ആവശ്യാനുസരണം കടലമാവ് എടുക്കുക. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂണോളം കായം വേണം. ഈ മാവ് കുഴയ്ക്കാനായിട്ട് ഉപ്പ് വേണം. കുഴച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം. വെള്ളത്തിന്റെ അളവ് കൃത്യമായിട്ട് പറയാനായിട്ട് ഇപ്പം പറ്റില്ല, കാരണം നമ്മൾ കുഴച്ചെടുത്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് ഈ മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാനുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 3 തണ്ട് കറിവേപ്പില, ഒരു 5-6 അല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചതച്ചിടാനുള്ളതാണ്. ഞാനിതിലേക്ക് വറുത്തിടാനായിട്ട് കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാഷ്യൂ നട്ട് ചേർക്കാം. കാഷ്യൂ നട്ടിൻ്റെ ഒന്നും എണ്ണം പ്രശ്നമൊന്നുമില്ല. 4 or 5 ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം പൊട്ടുകടലയുണ്ട്. നിലക്കടല ഇത് നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ കടലമാവിലേക്ക് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഒരല്പം ബാക്കി വെച്ചിട്ട് ബാക്കി മുഴുവൻ ചേർത്ത് കൊടുക്കാം. ഇത്രയും മുളക് പൊടി ഞാൻ ബാക്കി വെക്കുന്നുണ്ട്. നമുക്കത് അവസാനം ആവശ്യമുണ്ട്. മാവിനാവശ്യത്തിന് ഉപ്പ്, കായത്തിൻ്റെ പൊടി, അത്യാവശ്യം നന്നായിട്ട് കായം ചേർത്ത് കൊടുക്കണം. കായത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവണം. ഇത്രയൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കാതെ ഞാനൊന്ന് മിക്സ് ചെയ്യുവാണ്. ഇതിൽ നിന്ന് കുറച്ച് മാവ് ഞാൻ കോരി മാറ്റുവാണ്. നമുക്കിത് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/2 കപ്പോളം മാവ് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറേ ബൂന്തി വേണമെങ്കിൽ കുറച്ചേറെ മാവ് മാറ്റി വെക്കുക. വളരെ കുറച്ച് ബൂന്തി മതിയെങ്കിൽ കുറച്ച് മാവ് മാറ്റി വെക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യുക. ഇനി ഞാനിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഉപ്പും മുളക് പൊടി, കായം, മഞ്ഞളെല്ലാം ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഇനി അങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ട് കാണിക്കാം. ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോയാൽ വീണ്ടും കടലമാവ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. കടലമാവ് നനയാനായിട്ട് കുറച്ച് വെള്ളം മതി. അപ്പോൾ അല്പമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇപ്പം ഞാൻ ഈ മാവ് ഒരു ചപ്പാത്തി മാവിൻ്റെ പോലെ സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് കുഴക്കേണ്ടത്. നമ്മൾ കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പരുവത്തിൽ കലക്കിയെടുക്കാം. നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ കട്ട കെട്ടാതെ കലക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. ഇതുപോലെ സ്മൂത്തായിട്ട് കലക്കിയെടുക്കാം. ഇതൊക്കെ സൈഡിലേക്ക് വെക്കാം. അടുത്തായിട്ട് നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. ഞാനൊരു ഇടികല്ലിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുവാണ്. തൊണ്ട് കളയണ്ട, തൊണ്ടോട് കൂടി ചതച്ചെടുക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മിച്ചർ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അടുത്തതായിട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ സേവനാഴി ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചില്ലെടുക്കുമ്പോൾ ചെറിയ ഓട്ട, നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ഓട്ടയുള്ള ചില്ലെടുക്കാനായിട്ട് നോക്കുക. ഇതിന് ജസ്റ്റ് വലിയൊരു ചില്ലുണ്ട്, അതാണെങ്കിലും യൂസ് ചെയ്യാം. എനിക്കിപ്പോൾ ചെറിയ മിച്ചർ മതി എന്നുള്ളതുകൊണ്ട് ഞാൻ ചെറിയ ചില്ലാണ് എടുത്തേക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ മാവ് ഈ സേവനാഴിക്കുള്ളിലേക്ക് നിറയ്ക്കാം. ഒരു 3/4 ഭാഗം നിറച്ചാൽ മതി. എന്നിട്ട് നമുക്ക് 1-2 ട്രിപ്പായിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പം മാവ് ഞാൻ സേവനാഴിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ആദ്യമേ വെളുത്തുള്ളി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ എണ്ണയ്ക്ക് വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ വരും. നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് എണ്ണ ഒന്ന് അടുപ്പേ വെച്ച് സിമ്മാക്കി വെച്ചിരുന്നാൽ നമ്മൾ മാവൊക്കെ കുഴച്ച് വരുമ്പോഴത്തേക്കും എണ്ണയും തിളച്ച് വരും. കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. കരിഞ്ഞു പോകണ്ട, ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം കോരിയെടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് ഇടാം. അതിന് ശേഷം നമുക്ക് ടിഷ്യൂ പേപ്പറിലിട്ട് എണ്ണ മാറ്റിയെടുക്കണം. ഡയറക്റ്റായിട്ട് ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ടാലും കുഴപ്പമില്ല. അതുപോലെ എല്ലാ ഐറ്റവും നമ്മൾ സേവയൊക്കെ വറുത്തെടുത്തതിന് ശേഷം, അതുപോലെ നിലക്കടല, പൊട്ടുകടല, കാഷ്യൂ നട്ടൊക്കെ വറുത്തെടുത്തതിന് ശേഷം അത് കോരി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇടണം. മിച്ചറിലെ എണ്ണമയം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ എണ്ണയിലേക്ക് ഞാൻ നമ്മൾ സേവനാഴിക്കുള്ളിൽ കടലമാവ് നിറച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചുറ്റിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ തീ ഒന്ന് കുറച്ചിട്ടേക്കുവാണ്. ഇതൊന്ന് സെറ്റായതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ഒരു സ്റ്റിക്ക് എന്തെങ്കിലും വെച്ചിട്ട് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ തവി വെച്ചിട്ട് ഇളക്കാൻ നിൽക്കണ്ട. നൈസായിട്ടുള്ള മിക്സർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഇതുപോലെ 1-2 സെറ്റായിട്ട് ഈ കടലമാവ് മൊത്തം വെച്ചിട്ട് മിക്സർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ തിരിച്ച് കിട്ടി കഴിയുമ്പോൾ ഇതിൽ നിന്ന് ചെറിയൊരു പീസ് കൈ പൊള്ളാതെ ഇങ്ങനെ ഒടിച്ചെടുത്തുന്ന ടേസ്റ്റ് നോക്കുക. അപ്പോൾ വെന്തോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ട് മൊരിഞ്ഞാണെന്ന് തോന്നിയാൽ അതൊക്കെ കോരിയെടുക്കാം. ഇതുപോലെ കോരി മാറ്റാം. ഇപ്പം ഞാൻ മിച്ചർ വറുത്ത് കോരിയിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് നമുക്ക് അടുത്തായിട്ട് ബൂന്തി തയ്യാറാക്കാം. ഇപ്പോൾ ബൂന്തിക്കുള്ള മാവ് ഇതുപോലെ നമ്മൾ കുറച്ച് കട്ടിയാക്കി വേണം മിക്സ് ചെയ്യാൻ.
ഇത് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ബൂന്തി പരന്ന ഒരു ഷേപ്പിലായി പോവും. അപ്പോൾ കുറച്ച് ഇതുപോലെ തിക്കായിട്ട് കട്ട് ചെയ്യണം. ഇതുപോലെ ഹോളുള്ള കണ്ണാപ്പയിലേക്ക് ഞാൻ ഈ മാവ് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ശേഷം പതുക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തവി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. കുറച്ചുകൂടി വലിയ കണ്ണാപ്പയാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഇതും മൊരിഞ്ഞ് കഴിയുമ്പോൾ ഒരെണ്ണം എടുത്തൊന്ന് കടിച്ച് നോക്കുക. ഇതൊരു 2-3 തവണയായിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. നന്നായിട്ട് തിളച്ച എണ്ണയിൽ ഇട്ട് ചെറിയ തീയിൽ വേണം വറുത്ത് കോരിയെടുക്കാനായിട്ട്. ഉൾഭാഗം നന്നായിട്ട് വേകണം, കരിഞ്ഞു പോവുകയും ചെയ്യരുത്. ഒരെണ്ണം കടിച്ച് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്കതറിയാൻ പറ്റും ഇത് മൊരിഞ്ഞതായിട്ട്. അപ്പോൾ അത് കോരി മാറ്റി. ഇപ്പം ഞാൻ ബൂന്തി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കാഷ്യൂ നട്ട് വറുത്തെടുക്കാം. ഇതൊക്കെ വറുത്തെടുക്കുമ്പോൾ ചെറിയ തീയിലിട്ട് വറുത്തെടുക്കുക. കാഷ്യൂ നട്ട് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. മിക്സറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റമൊക്കെ വറുത്തിട്ട് കൊടുക്കാം. ഇതൊന്ന് വറുത്ത് പോരട്ടെ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി. എന്നിട്ട് നിലക്കടല ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ നിലക്കടല. ചെറിയ തീയിൽ വെച്ചിട്ട് നിലക്കടല വറുത്തെടുക്കണം, അല്ലെങ്കിൽ നിലക്കടലയുടെ പുറം കരിഞ്ഞു പോകും, ഉൾഭാഗം വേഗത്തില്ല. ഇതൊന്ന് കോരിയെടുക്കാം. അടുത്ത ഘട്ടത്തിലേക്ക് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. പൊട്ടുകടല പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഈ പൊരിക്കടലയെ നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേവ് ഒന്ന് ഒടിച്ചെടുക്കാം. ഒടിച്ചെടുക്കാൻ സൗകര്യത്തിന് ഞാനൊരു ന്യൂസ് പേപ്പറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ഒടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ബൂന്തി ചേർത്ത് കൊടുക്കാം. നിലക്കടല ചേർത്ത് കൊടുക്കാം. പൊട്ടുകടലയും കാഷ്യൂ നട്ടും ചേർത്ത് കൊടുക്കാം. മാക്സിമം ആ പ്ലേറ്റിലുള്ള എണ്ണ വീഴാതെ ഐറ്റംസ് മാത്രം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. കൈ വെച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പ് ഒന്ന് വിതറി കൊടുക്കാം. കുറച്ച് കായവും ഒന്ന് വിതറി കൊടുക്കാം. നമ്മൾ കുറച്ച് മുളക് പൊടി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ വെച്ച് മിക്സ് ചെയ്ത് യോജിപ്പിക്കും. അപ്പോൾ നമ്മുടെ മിക്സർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള എരിവുള്ള നാടൻ മിക്സറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരാം. ടേക്ക് കെയർ, ബൈ.